ഹായ് ഫ്രണ്ട്സ്, ജെൻഡർ റോൾസ് ഇൻ സൊസൈറ്റി എന്ന ഫസ്റ്റ് യൂണിറ്റാണ് നമ്മൾ നോക്കിയിരുന്നത്. അതിൽ നമ്മൾ ഫാമിലി എങ്ങനെയാണ് ജെൻഡർ റോളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് പഠിച്ചു. ഇനി അടുത്തതായി നോക്കാൻ പോകുന്നത് കാസ്റ്റ് എങ്ങനെയാണ് ജെൻഡർ റോളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നാണ്. കാസ്റ്റ് സിസ്റ്റം ആൻഡ് ജെൻഡർ റോൾസ് ഇൻ സൊസൈറ്റി. കാസ്റ്റ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി റെഫേഴ്സ് ടു എസ് എ സോഷ്യൽ ഗ്രൂപ്പ് വെർ മെമ്പേഴ്സ് ഈസ് ഡിസൈഡഡ് ബൈ ബർത്ത്. അപ്പോൾ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അവർ ജനിച്ച മുതലേ അവർക്കൊരു ബിലീഫും ഓരോ ആശയങ്ങളും വിശ്വാസങ്ങളും ഉണ്ടാവും ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്. അതിനെയാണ് കാസ്റ്റ് എന്ന് പറയുന്നത്. മെമ്പേഴ്സ് ഓഫ് എ കാസ്റ്റ് ഗ്രൂപ്പ് ടെൻ ടു എൻറ്റർ ഇൻ ടു മാറ്റർ റിലേഷൻഷിപ്പ് എമംഗ് ദംസെൽവ്സ്. അപ്പോൾ ഒരു കാസ്റ്റിലുള്ള ആൾക്കാർക്ക് അവർക്കിടയിൽ നിന്ന് തന്നെയുള്ളൂ കല്യാണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത്. ഓപ്പോസിറ്റിൽ പുറത്തൊരു കാസ്റ്റ് എന്നുള്ള വ്യക്തിയെ കല്യാണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. For a majority of Indians, lifestyles are ruled by the dictate of one's caste system. അപ്പോൾ നമ്മൾ ഏത് ലൈഫ് സ്റ്റൈലാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമ്മുടെ കാസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും. ഓരോ കാസ്റ്റിനും ഓരോരോ ബിലീഫും ഓരോരോ ലൈഫ് സ്റ്റൈലും ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് എമംഗ് ഹൂം വൺ ലീവ്സ്, വിത്ത് ഹൂം ഹി ടേക്ക് ഫുഡ്സ്, വിത്ത് ഹൂം ഹി ഹാസ് മാരിറ്റൽ റിലേഷൻഷിപ്പ് എക്സെട്ര. അപ്പോൾ എന്തൊക്കെ ഫുഡാണ് കഴിക്കേണ്ടത്, എന്ത് രീതിയിലാണ് ജീവിക്കേണ്ടത്, ആരെയാണ് വിവാഹം കഴിക്കേണ്ടത് എന്ന് വരെ ഇന്ത്യൻ സൊസൈറ്റിയിൽ തീരുമാനിക്കുന്നത് അവരുടെ കാസ്റ്റ് ആണ് എന്നാണ് പറയുന്നത്. ദ ഹയറാർക്കി ഓഫ് പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ അസൈൻ ഈച്ച് കാസ്റ്റ് എ റാങ്ക്. അപ്പോൾ എന്താണ് പറയുന്നത്, നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിലെ കാസ്റ്റിനെ ഒരു ഹയറാർക്കി ഓർഡറായിട്ട് മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. Those who are born in a lower caste are treated with a lower social status. അപ്പോൾ ഏറ്റവും താഴ്ന്ന വിഭാഗത്തിൽ ജനിച്ച ആൾക്കാർക്ക് സമൂഹത്തിൽ തീരെ വില ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു മാക്വാൻ, ദ ഇന്ത്യൻ സൊസൈറ്റി ഫോളോഡ് എ റിജിഡ് കാസ്റ്റ് സിസ്റ്റം വിച്ച് ഡിവൈഡ്സ് പീപ്പിൾസ് ഇൻ ടു എ ഹയറാർക്കിൽ ഓർഡർ. ദിസ് ഹയറാർക്കിൽ കാസ്റ്റ് സിസ്റ്റം ഗവേൺസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ, സോഷ്യൽ സ്റ്റാറ്റസ്, സോഷ്യൽ ഐഡൻറ്റിറ്റി ഇൻ സൊസൈറ്റി. അപ്പോൾ മാക്വാൻ എന്താ പറയുന്നത്, നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി, ഇന്ത്യ ഒരു ശക്തമായ ഒരു കാസ്റ്റ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഒരു ഹയറാർക്കിയൽ ഓർഡർ, മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന രീതിയിലാണ് ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്നത്. ഏറ്റവും മുകളിൽ നിൽക്കുന്ന, ടോപ്പിൽ നിൽക്കുന്ന ഗ്രൂപ്പിന്, കാസ്റ്റിനാണ് ഏറ്റവും കൂടുതൽ പവറും സ്ഥാനങ്ങളും ഉണ്ടായിരുന്നത്. എന്നാൽ താഴേക്ക് വരുംതോറും ഏറ്റവും താഴെ നിൽക്കുന്ന വിഭാഗക്കാർക്ക് ഒരു ബേസിക് സ്വാതന്ത്ര്യം പോലും ഉണ്ടായിരുന്നില്ല. അവരൊരു അടിമകളെ പോലെ അടിച്ചമർത്തലൂടെയായിരുന്നു ഇന്ത്യയിൽ കഴിഞ്ഞിരുന്നത്. അപ്പോൾ ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റം ഒരു ഹയറാർക്കിയൽ ഓർഡർ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതെന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് ആരാണ്, ബ്രാഹ്മിൻസ്. അതിൽ വരുന്ന വിഭാഗമാണ് പ്രീസ്റ്റ്. ആൻഡ് സെക്കൻഡ് ക്ഷത്രിയാസ്, അവരിൽ വരുന്നതാണ് വാരിയേഴ്സ്. മൂന്നാമത് വരുന്ന വിഭാഗം വ്യാസാസ്, അതിൽ ട്രേഡേഴ്സും മറ്റ് ആർട്ടിസൻസും ഉൾക്കൊള്ളുന്നു. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഫോർത്ത് വൺ, ശുദ്രാസിൽ പെസൻസ്, കർഷകരാണ് ഉൾക്കൊള്ളുന്നത്. വ്യാസാസും ശുദ്രാസും അല്ലാതെ ഒരു ദളിത് വർഗമുണ്ട്, അൺടച്ചബിൾസ്. ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നറിയപ്പെടുന്ന ഏറ്റവും താഴേക്കിടയിൽ ജീവിക്കുന്ന വിഭാഗമാണ് അൺടച്ചബിൾസ്. അവർക്ക് അമ്പലങ്ങളിൽ പോവാനോ പൊതുവായ വഴികളിലൂടെ നടക്കാനോ മേൽമുണ്ട് പോലുള്ള വസ്ത്രം സ്ത്രീകൾക്ക് ധരിക്കാനോ പോലുള്ള സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ബ്രാഹ്മിൻസ് അവരെ ഒരു ഐത്തം, തൊട്ടുകൂടായ്മ എന്നൊരു വിഭാഗക്കാരായിട്ടാണ് ഈ ദളിത്സിനെ മറ്റു വിഭാഗത്തിലെ ജനങ്ങൾ കണ്ടിരുന്നത്. In villages, even today, the prevailing situation as such as in that jobs such as cleaning public places, toilets, removing the cremating, burying dead human bodies and animals, removing feces and clearing sewage are being undertaken by a few low caste people. അപ്പോൾ ഏറ്റവും ഈ വൃത്തിയില്ലാത്ത തരം താഴ്ന്ന പണി നമ്മൾ കണക്കാക്കുന്ന ഈ ഡ്രെയിനേജ് ക്ലീൻ ചെയ്യുക, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുക, പിന്നെ ഈ ബോഡി ദഹിപ്പിക്കുന്നതിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാവില്ല, അത് ക്ലീൻ ചെയ്യുക എന്ന തരത്തിലുള്ള ജോലികളാണ് ഈ സമൂഹത്തിൽ ഏറ്റവും താഴത്തെ നിലയിൽ ആയിരുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റിലെ ആൾക്കാർ ചെയ്തിരുന്നത്. In every caste, the thinking women are inferior to the male members of the community. അപ്പോൾ ഏത് കാസ്റ്റിൽ നമ്മൾ എടുത്തു നോക്കിയാലും വുമൺസിന് ഏറ്റവും താഴ്ന്ന സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. എല്ലാ കാസ്റ്റിലും വുമണിന് താഴ്ന്ന സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. കമ്പയറിംഗ് ടു മെയിലായിരുന്നു സുപ്പീരിയർ. ദ വുമൺ ഹു ആർ ഓൾറെഡി ട്രീറ്റഡ് ആസ് പവർലെസ് ആൻഡ് സബോർഡിനേറ്റ് ടു മെൻ. അപ്പോൾ ഈ വുമൺസ് എങ്ങനെ പവറില്ലാത്തവരും മെന്നിന് സബോർഡിനേറ്റ് ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഇനി
എക്കണോമിക് ക്ലാസ് ആൻഡ് ജെൻഡർ റോൾസ് ഇൻ സൊസൈറ്റി. എങ്ങനെയാണ് എക്കണോമിക് ക്ലാസ് ജെൻഡർ റോൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ബേസ്ഡ് ഓൺ വൺസ് എഡ്യൂക്കേഷൻ ആൻഡ് ഇൻകം ഹിസ് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഈസ് അസസ്ഡ്. അപ്പോൾ ഒരാൾക്ക് എത്ര ഇൻകം ഉണ്ട്, അദ്ദേഹത്തിന് എത്ര എഡ്യൂക്കേഷൻ ഉണ്ട് എന്നതിനനുസരിച്ചാണ് അവരുടെ എക്കണോമിക് സ്റ്റാറ്റസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ബേസ്ഡ് ഓൺ ഇൻകം പീപ്പിൾ ആർ ക്ലാസിഫൈഡ് ആസ് അപ്പർ ക്ലാസ് ആൻഡ് മിഡിൽ ക്ലാസ് ആൻഡ് ലോവർ ക്ലാസ്. അപ്പോൾ ഈ എക്കണോമിക് ഇൻകത്തിൻ്റെ ബേസിൽ നമ്മൾ പീപ്പിൾസിനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ് ആൻഡ് ലോവർ ക്ലാസ്. Mostly the upper class women will own property and educated, possessing necessary skills, and they will employ people belong to various class or caste for their household jobs. അപ്പോൾ ഈ നമ്മൾ 3 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ് ആൻഡ് ലോവർ ക്ലാസ്. ഈ അപ്പർ ക്ലാസ്സിലെ സ്ത്രീകളുടെ അവസ്ഥ എന്തായിരുന്നു? അവർ എഡ്യൂക്കേറ്റഡും പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്ന ഓണർഷിപ്പ് കിട്ടുന്ന ആൾക്കാരുമായിരുന്നു സ്ത്രീകൾ. ആൻഡ് എഡ്യൂക്കേറ്റഡ് ആയിരുന്നു. അപ്പർ ക്ലാസ് വിഭാഗത്തിലെ സ്ത്രീകൾ വളരെ എഡ്യൂക്കേറ്റഡും പ്രോപ്പർട്ടി ഓണർഷിപ്പ് ഉള്ളവരുമായിരുന്നു. അവർക്ക് വേണ്ടത്ര സോഷ്യൽ സ്കിൽസ് ഉണ്ടായിരുന്നു. അവരെങ്ങനെ അവരുടെ ആളുകളെയും അല്ലെങ്കിൽ മറ്റു കാസ്റ്റിലെ ആളുകളെയും അവരുടെ ഹൗസ് ഹോൾഡ് ജോലിക്ക് ഏൽപ്പിച്ചിരുന്നു. ദേ വിൽ എൻജോയ് ഇൻഡിപെൻഡൻസ് ഇൻ ദെയർ സോഷ്യൽ ലൈഫ്. അവർക്കൊരു ഇൻഡിപെൻഡൻസ്, ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇനി നമുക്ക് മിഡിൽ ക്ലാസ്സിലെ സ്ത്രീകളുടെ അവസ്ഥ എന്താ? അപ്പർ ക്ലാസ് വിഭാഗത്തിലെ സ്ത്രീകൾ വളരെ എഡ്യൂക്കേറ്റഡും പ്രോപ്പർട്ടി ഓണർഷിപ്പ് ഉള്ളവരുമായിരുന്നു. അവർക്ക് വേണ്ടത്ര സോഷ്യൽ സ്കിൽസ് ഉണ്ടായിരുന്നു. അവരെങ്ങനെ അവരുടെ ആളുകളെയും അല്ലെങ്കിൽ മറ്റു കാസ്റ്റിലെ ആളുകളെയും അവരുടെ ഹൗസ് ഹോൾഡ് ജോലിക്ക് ഏൽപ്പിച്ചിരുന്നു. ദേ വിൽ എൻജോയ് ഇൻഡിപെൻഡൻസ് ഇൻ ദെയർ സോഷ്യൽ ലൈഫ്. അവർക്കൊരു ഇൻഡിപെൻഡൻസ്, ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇനി നമുക്ക് മിഡിൽ ക്ലാസ്സിലെ സ്ത്രീകളുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം. പെർസ്യൂ ഹയർ സ്റ്റഡീസ് ആൻഡ് ട്രൈ ടു ജോയിൻ ലുക്രേറ്റീവ് ജോബ്സ്. അപ്പോൾ മിഡിൽ ക്ലാസ് സ്ത്രീകൾക്ക് അവർക്ക് എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു. അവർ ലുക്രേറ്റീവ് ജോബ്സ്, അതായത് ലാഭമുള്ള ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരുന്നു. ദേ വിൽ നോട്ട് ഈൽ ടു പ്രഷർ ഓഫ് ദ ഫാമിലി ഇൻ സെലക്ടിങ് ദെയർ ലൈഫ് പാർട്ട്ണർ. അപ്പോൾ തൻ്റെ ലൈഫ് പാർട്ട്ണർ തിരഞ്ഞെടുക്കുന്നതിലെ പ്രഷർ, ഫാമിലിയിൽ നിന്നൊരു പ്രഷർ അവർക്ക് ഉണ്ടായിരുന്നില്ല. ദേ വിൽ ബി ഇൻട്രസ്റ്റഡ് ടു ഓപ്പൺ സേവിങ് ബാങ്ക് അക്കൗണ്ട് ആൻഡ് ഇൻഷുറൻസ് പോളിസി. അവർക്ക് ബാങ്ക് അക്കൗണ്ടും ഇൻഷുറൻസ് പോളിസിയും ഉണ്ടായിരുന്നു. ദേ വിൽ ആൾസോ മേക്കിംഗ് എഫോർട്ട് ടു സീ ദാറ്റ് ദെയർ ചിൽഡ്രൻ അറ്റൈൻ ഹൈ സോഷ്യൽ സ്റ്റാറ്റസ്. അപ്പോൾ അവരുടെ കുട്ടികൾ നല്ലൊരു സോഷ്യൽ സ്റ്റാറ്റസ് അറ്റൈൻ ചെയ്യുന്നത് അവർ നോക്കിക്കണ്ടിരുന്നു. മോസ്റ്റ്ലി ദെയർ ഫാമിലി ലൈഫ് വിൽ ബി പീസ്ഫുൾ ആൻഡ് ഹാപ്പി. അപ്പോൾ മിഡിൽ ക്ലാസ് സ്ത്രീകളുടെ ഹൗസ് ലൈഫ് എന്ന് പറയുന്നത് പീസ്ഫുള്ളും ഹാപ്പിയും ആയിരുന്നു. ഇനി നമുക്ക് ലോവർ ക്ലാസ്സിലുള്ള സ്ത്രീകളുടെ അവസ്ഥ നോക്കാം. ഇൻ ദ ലോവർ ക്ലാസ് ദ വർക്ക് ലോഡ് ഓഫ് വുമൺ വിൽ ബി ഹൈ. അപ്പോൾ ഇവരുടെ വർക്ക് ലോഡ് എന്തായിരുന്നു? വളരെ അധികമായിരുന്നു. ബിസൈഡ്സ് ക്യാരിങ് ഔട്ട് ദ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് സച്ച് ആസ് കുക്കിംഗ്, മെയിൻറ്റെയിനിങ് ദ ഹൗസ് neatly, rearing children, washing clothes, etc. They are compelled to go out home and take up some job to supplement inadequate income of the family. അപ്പോൾ ഈ താഴ്ന്ന വിഭാഗത്തിലുള്ള താഴ്ന്ന എക്കണോമിക് സ്റ്റാറ്റസ് ഉള്ള സ്ത്രീകൾ അവർ വീട്ടുജോലി മുഴുവൻ ചെയ്തിരുന്നു. എന്തൊക്കെയാണ്? വീട് മുഴുവൻ വൃത്തിയായി സൂക്ഷിക്കുക, മക്കളെ നോക്കുക, ഭർത്താവിനെ നോക്കുക, മുതിർന്ന ആളുകളെ നോക്കുക. ഈ ഹൗസ് ഹോൾഡ് ജോലി ഫുള്ള് ചെയ്തതിന് ശേഷം അവർക്ക് പുറത്ത് പോയി ജോലി എടുക്കേണ്ട ഒരു ആവശ്യകതയും ഉണ്ട്. കാരണം അവർക്ക് ഇൻകം വളരെ കുറവാണ്. അപ്പോൾ അവരുടെ ഫാമിലിയുടെ പ്രോപ്പർ റണ്ണിങ്ങിന് വേണ്ടി അവർക്ക് പുറത്ത് പോയി ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ കൂടി വരികയാണ്. അപ്പോൾ നമുക്കൊരു സമ്മപ്പ് എന്ത് പറയാം? ജെൻഡർ റോൾസ് ഓഫ് വുമൺ ബിലോങ്ങിങ് ടു അപ്പർ ആൻഡ് മിഡിൽ ക്ലാസ് ഫാമിലീസ് ആർ സ്ട്രെസ്ഫുൾ. ഹൗവർ ദേ ആർ എക്സംപ്റ്റഡ് ഫ്രം ദ റോൾ ഓഫ് ഹോം മേക്കർ ആൻഡ് ഹാവ് ദ ഫ്രീഡം ടു ടേക്ക് അപ്പ് ജോബ്സ്. അപ്പോൾ ഈ ഫസ്റ്റ് 2 ക്ലാസ്സുകളായ അപ്പർ ക്ലാസ്സിലെയും മിഡിൽ ക്ലാസ്സിലെ സ്ത്രീകൾക്ക് സ്ട്രെസ്ഫുൾ ലൈഫ് ഉണ്ട്. പക്ഷേ അവർക്കൊരു ജോലി നേടാനും കുറച്ച് സോഷ്യൽ ഫ്രീഡം, സോഷ്യൽ ഇൻഡിപെൻഡൻസ് കിട്ടിയിരുന്നു കമ്പയറിങ് ടു ദ ലോവർ ക്ലാസ് വുമൺ. അവർ ക്ലാസ് വുമൻ്റെ അവസ്ഥ വളരെ പതറ്റിക്കായിരുന്നു. അവർക്കൊരു ബേസിക് ഫ്രീഡം പോലും ഉണ്ടായിരുന്നില്ല. ഫാമിലിയിലെ കാര്യം നോക്കണം, പുറത്ത് ജോലി നോക്കണം, മക്കളെ നോക്കണം, വീട്ടുകാരെ നോക്കണം. അങ്ങനെ അവർക്ക് വളരെ സ്ട്രെസ്ഫുള്ളായ ജീവിതമാണ് ഉണ്ടായിരുന്നത്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് റിലീജിയൻ ആൻഡ് ജെൻഡർ റോൾ ഇൻ സൊസൈറ്റി. റിലീജിയൻ എങ്ങനെയാണ് ജെൻഡർ റോൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ പങ്കുവഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആൾ റിലീജിയൻ ഓഫ് ദ വേൾഡ് ഡിഫൈൻ ദ അപ്രോപ്രിയേറ്റ് ജെൻഡർ റോൾസ് ആൻഡ് നോംസ് ഓഫ് ബിഹേവിയർ ഫോർ മെൻ ആൻഡ് വുമൺ ഇൻ ദ സൊസൈറ്റി. അപ്പോൾ നമ്മൾ എല്ലാ റിലീജിയനും, നമ്മൾ ഇന്ത്യൻ സൊസൈറ്റി എന്നല്ല, ഏതൊരു സൊസൈറ്റിയിൽ എല്ലാ റിലീജിയനും എടുത്ത് നോക്കിയാൽ ഒരാണെങ്ങനെ പെരുമാറണം, പെണ്ണെങ്ങനെ പെരുമാറണം എന്നുള്ള ഒരു ബേസിക്
റൂൾസ് എല്ലാ റിലീജിയനും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഹവർ റിലീജിയൻ പോർട്രേ വുമൺ ആസ് എ ഹോം മേക്കേഴ്സ് ആൻഡ് മെൻ ആസ് എ ബ്രെഡ് വിന്നേഴ്സ് ഓഫ് ദ ഫാമിലി. അപ്പോൾ റിലീജിയൻ എങ്ങനെയാണ് സ്ത്രീയെയും പുരുഷനെയും കണക്കാക്കുന്നത്? സ്ത്രീയെ ഒരു ഹോം മേക്കേഴ്സ്, വീടിൻ്റെ കാര്യങ്ങൾ നോക്കുക, കുട്ടികളെ നോക്കുക, ഭർത്താവിനെ നോക്കുക എന്നുള്ളൊരു ഹോം മേക്കറായിട്ടും, പുരുഷനെ പുറത്ത് പോയി അധ്വാനിക്കുന്ന ബ്രെഡ് വിന്നേഴ്സ്, ഭക്ഷണം കൊണ്ടുവരുന്ന ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരാളായിട്ടാണ് പുരുഷനെ ഏതൊരു മതവും കണക്കാക്കുന്നത്. ഇൻ സർട്ടൻ റിലീജിയൻ വുമൺ മൈറ്റ് ഹാവ് ബീൻ ഡിനൈഡ് ടു ദെയർ റൈറ്റ്സ്, ഇൻ അതർ ഡു ഇമ്പോർട്ടൻസ് വുഡ് നോട്ട് ഹാവ് ബീൻ ഗിവൺ ഫോർ റൈറ്റ്സ് ഓഫ് വുമൺ. അപ്പോൾ പല റിലീജിയൻ നമ്മൾ എടുത്തു നോക്കിയാൽ അതിൽ വേണ്ടത്ര ഇമ്പോർട്ടൻസ് സ്ത്രീകൾക്ക് കൊടുക്കുന്നില്ല എന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ അവർ വുമൺ റൈറ്റിനെ, സ്ത്രീകൾക്ക് പല അവകാശങ്ങളും അതിനൊരു മൈൻഡ് ചെയ്യാതെ നെഗ്ലക്റ്റ്, ഒഴിവാക്കി കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ റിലീജിയൻസിന് ജെൻഡർ റോൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ വളരെയധികം പങ്കുണ്ട്. ഇനി നമുക്ക് ബിഹേവിയർ ആൻഡ് പ്രാക്ടീസസ് ടു ബി ഫോളോഡ് ബൈ വുമൺ ആസ് പെർ റിലീജിയസ് ബിലീഫ്സ്. അപ്പോൾ ഓരോ റിലീജിയനും ഓരോ ബിലീഫ്സ് ഉണ്ട്. സ്ത്രീ ഇങ്ങനെ ആയിരിക്കണം, ഓരോ റൂൾസും റെസ്ട്രിക്ഷൻസും വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്ത്രീ എങ്ങനെ ആയിരിക്കണം എന്നാണ് ഓരോ മതവും പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. എങ്ങനെ ആയിരിക്കണം? ഗോ ടു ബെഡ് ലേറ്റ് ആൻഡ് ഗെറ്റ് അപ്പ് ഏർലി. വളരെ വൈകി, വീട്ടിലെല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് വൈകി കിടക്കാൻ പോവുകയും രാവിലെ നേരത്തെ എണീറ്റ് മക്കളെയും വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഹസ്ബൻഡിനെ നോൺ ഗോഡ് ആയി കാണുന്ന വ്യക്തികളായിരിക്കണം സ്ത്രീകൾ. പിന്നെ അപ്ഹോൾഡിങ് ചാസ്റ്റിറ്റി ആൻഡ് മോഡസ്റ്റി, ചാസ്റ്റിറ്റിയും മോഡസ്റ്റിയും ഉൾക്കൊള്ളുന്നവരായിരിക്കണം സ്ത്രീകൾ. അവർ ബീയിങ് എ ഗുഡ് മദർ, നല്ലൊരു മദർ ആയിരിക്കണം എപ്പോഴും. പിന്നെ ഇൻഫെർട്ടിലിറ്റി ഇൻ എ സീൻ, വന്ധ്യത, അത് കുട്ടികളില്ലാത്തത് ഒരു വലിയൊരു പാപമായിട്ടാണ് ഓരോ മതക്കാരും കണ്ടിരുന്നത്. പിന്നെ മാർജിനലൈസ് ദി വിഡോഡ് ആൻഡ് ഡിവോഴ്സസ്, വിധവകളെയും ഡിവോഴ്സായ സ്ത്രീകളെയും വളരെ മാർജിനലൈസ്, അടിച്ചമർത്തുന്ന ഒരു രീതിയിലാണ് പല റിലീജിയനും കണ്ടിരുന്നത്. ദ സൊസൈറ്റി അഡ്മോണിഷിങ് ദോസ് ഹൂ വയലേറ്റ് സോഷ്യൽ നോംസ് ആൻഡ് മോറൽസ്. അപ്പോൾ ഈ സോഷ്യൽ നോംസും മോറൽസും വയലേറ്റ് ചെയ്യുന്ന സ്ത്രീകളെ നമ്മുടെ സമൂഹം വളരെയധികം മോശമായ രീതിയിലാണ് കണ്ടിരുന്നത്. സ്ത്രീകൾക്ക് ഒരു ഫ്രീഡം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി റിലീജിയസ് റെസ്പോൺസിബിലിറ്റീസ് ടു ബി ഫോളോഡ് ബൈ മെൻ. പുരുഷന്മാർ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഫോളോ ചെയ്യണം എന്നാണ് റിലീജിയൻ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. പ്രൊട്ടക്റ്റിംഗ് ദ ഫാമിലി അറ്റ് എനി കോസ്റ്റ്, നമ്മുടെ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളുകളാണ് ആര്? പുരുഷന്മാർ. ആക്സെപ്റ്റിംഗ് റിലീജിയസ് ലീഡേഴ്സ് അഡ്വൈസ്, റിലീജിയസ് ലീഡേഴ്സ് പറയുന്ന ഉപദേശങ്ങളെല്ലാം സ്വീകരിക്കുന്ന ഫോളോ ചെയ്യുന്ന വ്യക്തികളായിരിക്കണം പുരുഷന്മാർ. എക്സ്പ്രസിങ് സോളിജിയാരിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി ടുവേർഡ്സ് ദ പീപ്പിൾ ബിലോങ് ടു വൺസ് അവർ റിലീജിയൻ. അപ്പം നമ്മുടെ ഒരു മതത്തിലുള്ള ആൾക്കാരുടെ ഇടയിൽ സോളിജിയാരിറ്റിയും ഫ്രട്ടേണിറ്റിയും മുറുകെ പിടിക്കുന്ന വ്യക്തികൾ ആയിരിക്കണം പുരുഷന്മാർ. ബി എ റോൾ മോഡൽ ഫോർ ദെയർ ചിൽഡ്രൻ, സ്വന്തം മക്കൾക്കൊരു റോൾ മോഡൽ തന്നെ ആയിരിക്കണം പുരുഷന്മാർ എന്നാണ് എല്ലാ മതക്കാരും പറയുന്നത്. അപ്പോൾ റിലീജിയന് ഒരു ജെൻഡർ റോൾ, സമൂഹത്തിൽ ജെൻഡർ റോൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ വളരെയധികം പങ്കുണ്ട്. ഓരോ റിലീജിയനും ഓരോ പുരുഷന്മാരെങ്ങനെ പെരുമാറും, സ്ത്രീകൾ എങ്ങനെ ആയിരിക്കണം എന്ന് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ഫാക്ടർ നോക്കാം, കൾച്ചർ എങ്ങനെയാണ് ജെൻഡർ റോളിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. കൾച്ചർ ഇൻക്ലൂഡ്സ് എവരിത്തിങ് ദാറ്റ് ആർ ഷെയർഡ് ബൈ ഓൾ ഇൻ എ സോഷ്യൽ ഗ്രൂപ്പ് ആൻഡ് ട്രാൻസ്മിറ്റഡ് അക്രോസ് നെക്സ്റ്റ് ജനറേഷൻ. That is the faith and beliefs, attitude, patterns of behavior, customs and traditions etc. of a social group are known as its culture. അപ്പോൾ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനുണ്ടാവുന്ന ഫെയ്ത്ത്സ്, ബിലീഫ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്, ഒരു ബിഹേവിയർ പാറ്റേൺ, കസ്റ്റംസ്, ട്രഡീഷൻ ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ഒരു സമൂഹത്തിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളെടുത്താൽ, ഒരു സമൂഹത്തെ നമ്മൾ എടുത്ത് നോക്കിയാൽ അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന പലതരം വിശ്വാസങ്ങൾ, സ്വഭാവ രീതികൾ, കസ്റ്റംസ്, ട്രഡീഷൻ, ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മൾ ഒരു സമൂഹം ഇത് ഫോളോ ചെയ്യുകയും അടുത്ത തലമുറയിൽ വരുന്ന ജനറേഷൻ ഇത് കൈമാറ്റം ചെയ്ത് പോവുകയും ചെയ്യുന്നു. ഇതിനെയാണ് കൾച്ചർ എന്ന് പറയുന്നത്. കൾച്ചർ വിച്ച് എക്സ്പ്രസസ് ദ നോംസ് ആസ് ടു ഹൗ മെൻ ആൻഡ് വുമൺ ലിവിങ് ഇൻ എ പെർട്ടിക്കുലർ സൊസൈറ്റി ഷുഡ് ഡ്രസ് ദംസെൽസ്, ഹൗ ടു ബിഹേവ്, ഹൗ ടു ഇൻട്രാക്ട് എക്സെട്ര. അപ്പോൾ ഒരു കൾച്ചർ പറയുന്നുണ്ട് ഒരു സമൂഹത്തിൽ സ്ത്രീകളും പുരുഷന്മാരും എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത്, എങ്ങനെയാണ് മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടത് എന്നെല്ലാം കൾച്ചർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കൾച്ചറിന് ജെൻഡർ റോൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ വളരെയധികം പങ്കുണ്ട്.
Culture is mainly responsible for the unequal and equitable distribution of roles and responsibilities among men and women. അപ്പോൾ കൾച്ചറിനാണ് ഏറ്റവും മെയിൻ റോൾ ഉള്ളത്. ഒരു അൺഈക്വൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവറാണ് കൾച്ചർ ഉണ്ടാക്കുന്നത്. കൾച്ചർ ഒരു സമൂഹത്തിൽ, ഒരു സൊസൈറ്റിയിൽ എന്താണ് പറയുന്നത്? സ്ത്രീകൾക്ക് പുരുഷന്മാരും ഒരേ ഒരു റോളല്ല നൽകുന്നത്. പുരുഷന് കുറച്ച് ഓവറായിട്ട് ഡോമിനൻസ് ആണ് നൽകുന്നത് കമ്പയർ ടു വിമൺ. അപ്പോൾ ഒരു അൺഈക്വൽ റെപ്രസെൻറ്റേഷൻ ആണ് നമുക്ക് കൾച്ചറിലൂടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ബ്രീഫ് സമ്മറി എന്തായിട്ട് പറയാം? കൾച്ചറാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇടയിലുള്ള ഈ അൺഈക്വൽ ആൻഡ് ഇൻഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ റീസൺ കൾച്ചർ ആണ്. ഇനി അടുത്തത് മീഡിയ ആൻഡ് ജെൻഡർ റോൾസ് ഇൻ സൊസൈറ്റി. മീഡിയയ്ക്ക് എന്തൊക്കെ പങ്കുണ്ട് ജെൻഡർ റോൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ എന്ന് നമുക്ക് നോക്കാം. മാസ് മീഡിയ ലൈക്ക് ന്യൂസ് പേപ്പേഴ്സ്, വീക്ക്ലി ആൻഡ് മന്ത്ലി ജേർണൽസ്, റേഡിയോ, ടെലിവിഷൻ, സിനിമ ആംപ്ലി റീൻഫോഴ്സ് ദ ജെൻഡർ ബയസ് ആൻഡ് ജെൻഡർ സ്റ്റീരിയോടൈപ്സ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ദ പബ്ലിക്. അപ്പോൾ ഈ സിനിമ, റേഡിയോ, ജേർണൽസ്, ന്യൂസ് പേപ്പേഴ്സ് ഇതൊക്കെ ഒരു ജെൻഡർ ബയസ് ജനങ്ങളുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. മോസ്റ്റ് ഓഫ് മീഡിയ പോർട്രേ വുമൺ ആസ് എ ജെൻറ്റിൽ, കാം, വൺ ഹൂ അണ്ടർടേക്ക് ദ റെസ്പോൺസിബിലിറ്റീസ് സച്ച് ആസ് മാനേജിങ് ഹോം, ടേക്ക് കെയറിങ് ഓഫ് എൽഡർ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി എക്സെട്ര. അപ്പോൾ എല്ലാ മീഡിയകളും ഈ ടെലിവിഷന്, TV, സിനിമ എല്ലാതും വിമണിനെ എങ്ങനെയാണ് പോർട്രേ ചെയ്യുന്നത്? വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഒതുങ്ങി കാമായിട്ട് പേഷ്യൻസ് ആയി ജീവിക്കുന്ന ഒരു ആയിട്ടാണ് സ്ത്രീകളെ പോർട്രേ ചെയ്യുന്നത്. ഇനി ആണുങ്ങളെങ്ങനെയാണ്? ആണുങ്ങളെ ഒരു സ്ട്രോങ് ഫിസിക്കുള്ള, ഒരു മസിൽസ് ഉള്ള, അങ്ങനെ ഒരു സ്ട്രോങ് വോയിസ് ഉള്ള, മറ്റുള്ളവരെ ഡോമിനേറ്റ് ചെയ്യാനുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തികളായിട്ടാണ് ഈ മാസ് മീഡിയ പുരുഷന്മാരെ പോർട്രേ ചെയ്യുന്നത്. In media, men are projected as one who is strong, aggressive and skilled in various occupation, mentally strong, assertive and brave. അപ്പോൾ മീഡിയ എങ്ങനെയാണ് പുരുഷന്മാരെ പ്രതിഫലിപ്പിക്കുന്നത്? വളരെ ബ്രേവ് ആയിട്ടുള്ള, സ്ട്രോങ് ആയിട്ടുള്ള, മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള, വളരെയധികം സ്കിൽസ് ഉള്ള, പലതരം ഒക്യുപ്പേഷനും ചെയ്യുന്ന വ്യക്തികളായിട്ടാണ് പുരുഷന്മാരെ പോർട്രേ ചെയ്യുന്നത്. വി ക്യാൻ സൈറ്റ് കാർട്ടൂൺ പിക്ചേഴ്സ് സച്ച് ആസ് സ്പൈഡർമാൻ, സൂപ്പർമാൻ ആസ് എക്സാമ്പിൾസ്. അപ്പോൾ നമ്മൾ സ്പൈഡർമാനായിട്ടും സൂപ്പർമാനൊക്കെ നമ്മൾ കാർട്ടൂൺ കാണുന്നുണ്ട്. ഇതിലൊക്കെ എങ്ങനെയാണ്? സ്പൈഡർമാൻ ആൻഡ് സൂപ്പർമാൻ ഒക്കെ പുരുഷന്മാരെയാണ് പോർട്രേ ചെയ്യുന്നത്. അത്രയും പവറുള്ള ആൾക്കാരായിട്ട്. ഒരു സ്ത്രീയെ അല്ല പോർട്രേ ചെയ്യുന്നത്. പുരുഷന്മാർക്കാണ് പവർ എന്ന് സമൂഹത്തിലൊരു നെഗറ്റീവ് തോട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിൽ മാസ് മീഡിയക്ക് വളരെയധികം പങ്കുണ്ട്. ഇനി അടുത്തത് പോപ്പുലർ കൾച്ചർ ആൻഡ് ജെൻഡർ റോൾസ് ഇൻ സൊസൈറ്റി. പോപ്പുലർ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? Popular culture is the one prevalent everywhere. It is an entertainment form provided by the mass media and could be easily understood and enjoyed by the masses. Popular culture എന്നാൽ എല്ലാ സ്ഥലത്തും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കൾച്ചറാണ്. അതൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് മാസ് മീഡിയ ആണ്. അത് നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് പോപ്പുലർ കൾച്ചർ. അപ്പോൾ പോപ്പ് കൾച്ചർ ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദ ഫൈൻ ആർട്ട്. ഇസ് ഗ്രേറ്റ്നെസ് ഈസ് ദാറ്റ് ഇറ്റ് കുഡ് ബി എൻജോയ്ഡ് ബൈ ആൾ. എല്ലാ തരക്കാർക്കും, ഓർഡിനറി ആൻഡ് പുവർ, എല്ലാ സാധാരണക്കാർക്കും ഓർഡിനറി വ്യക്തികൾക്കും എൻജോയ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് പോപ്പ് കൾച്ചർ. Popular culture is defined as a place for creating new forms of expressions as well as a vehicle for critique. അപ്പോൾ പുതിയ തരത്തിലുള്ള എക്സ്പ്രഷൻസ്, പുതിയ ക്രിയേഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പോപ്പുലർ കൾച്ചർ. അതുപോലെ തന്നെ നമുക്ക് ഉള്ള കാര്യങ്ങൾ ക്രിറ്റിസൈസ് ചെയ്യാം, നമുക്ക് ചോദിക്കാൻ, നമുക്ക് ഉള്ള സംശയങ്ങൾ തീർക്കാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് പോപ്പ് കൾച്ചർ, പോപ്പുലർ കൾച്ചർ. There are a few who says that this is an instrument for strengthening the views of gender equality. അപ്പോൾ നമ്മൾ പറഞ്ഞു കൾച്ചറിന് ജെൻഡർ ഇനീക്വാളിറ്റിയാണ് ജനങ്ങളുടെ മനസ്സിൽ സൃഷ്ടിക്കുന്നത്. പക്ഷെ പോപ്പുലർ കൾച്ചർ ഒരു ജെൻഡർ ഇക്വാളിറ്റി, സ്ത്രീക്കും പുരുഷനും ഒരേ സ്ഥാനമാണ് എന്നാണ്, അങ്ങനെ ഒരു തോട്ടാണ് ജനങ്ങളിലേക്ക് പോപ്പുലർ കൾച്ചർ എത്തിക്കുന്നത്. ടു സം അപ്പ്, പോപ്പുലർ കൾച്ചർ ഈസ് പ്രൊവൈഡിങ് എ മിക്സ്ചർ ഓഫ് കൺസെപ്റ്റ്സ്, വ്യൂ പോയിൻറ്റ്സ്, ആറ്റിറ്റ്യൂഡ്സ്, ഇമേജസ് suit a section of people of a culture. It could be considered as a change agent in view on gender equality. ഒരു ചേഞ്ചിങ് ഏജൻ്റ് ആണ്. ജെൻഡർ ഇനീക്വാളിറ്റി എന്നതിൽ നിന്ന് ജെൻഡർ ഇക്വാളിറ്റി എന്ന ആശയത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ചേഞ്ചിങ് ഏജൻ്റ് ആണ് പോപ്പുലർ കൾച്ചർ. ഓക്കെ.
അടുത്ത് നമുക്ക് നോക്കാൻ പോകുന്നത് ജെൻഡർ റോൾസ് ഇൻ സൊസൈറ്റി, ലോ ആൻഡ് സ്റ്റേറ്റ്. അപ്പോൾ ഒരു സമൂഹത്തിൽ സ്ത്രീകളും പുരുഷനും എങ്ങനെ ആയിരിക്കണം എന്നതിൽ എന്താ ഒരു ജെൻഡർ റോൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ വളരെയധികം പങ്കുണ്ട് ആ സമൂഹത്തിന്, എന്തിന്, ലോക്കും സ്റ്റേറ്റിനും. അപ്പോൾ ലോ ആ എല്ലാ വ്യക്തികളും ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് അവിടുത്തെ ലോ. അപ്പോൾ ലോ എങ്ങനെയുള്ളതായിരിക്കണം, സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് നന്മ ഉണ്ടാവാൻ, നല്ലത് വരാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആയിരിക്കണം ലോസ്, ആ സമൂഹത്തിലെ ലോസ്. അപ്പോൾ പറഞ്ഞു വരുന്നത് ആർട്ടിക്കിൾ 14 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റ് ദാറ്റ് ആൾ സിറ്റിസൺസ് ആർ ഈക്വൽ ബിഫോർ ലോ ആൻഡ് നോ ഡിസ്ക്രിമിനേഷൻ ടു ബി മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് കമ്മ്യൂണിറ്റി, ലാംഗ്വേജ്, ജെൻഡർ, റിലീജിയൻ ആൻഡ് കാസ്റ്റ്. അപ്പോൾ ലോ നേരായാൽ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് നൽകുന്ന, ഇക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ലോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ ആ സമൂഹത്തിൽ ജെൻഡർ ബയാസ്, ജെൻഡർ സ്റ്റീരിയോടൈപ്പിംഗ് പ്രോസസ്സ് വളരെ കുറവായിരിക്കും. ഇപ്പോൾ ആർട്ടിക്കിൾ 14 എന്താണ്, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 14 സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താണ്, എല്ലാ വ്യക്തികളും, ആൾ സിറ്റിസൻസ്, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആരാണെങ്കിലും ലോയുടെ മുന്നിൽ ഈക്വൽ ആണ്. ദർ ഇസ് നോ ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ ലാംഗ്വേജ്, ജെൻഡർ, റിലീജിയൻ, കമ്മ്യൂണിറ്റി, കാസ്റ്റ് എക്സെട്ര. ഒരു ഡിഫറൻസിയേഷനും ഇല്ല. ഒരു വ്യക്തിയുടെ മതത്തിനോ ഭാഷയ്ക്കോ ആശയങ്ങൾക്കോ ചിന്താഗതികൾക്കോ ജെൻഡർ ഒന്നിനും റോളില്ല. എല്ലാവരും ലോയുടെ മുന്നിൽ ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. പിന്നെ ഫോർ എനി പോസ്റ്റ് ഇൻ ഇന്ത്യ ഫ്രം പ്രസിഡന്റ് ഓഫ് ദ റിപ്പബ്ലിക് ടു ദ ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് ബോത്ത് മെൻ ആൻഡ് വുമൺ ആർ എലിജിബിൾ ടു അപ്ലൈ. ആർട്ടിക്കിൾ 16 എന്താണ്, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 16 സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താണ്, ഇന്ത്യയിലെ എന്തൊരു പോസ്റ്റും ഉണ്ടായിക്കോട്ടെ, അതായത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ മുതൽ ഏറ്റവും താഴ്ന്ന റാങ്കിലുള്ള ഗവൺമെൻറ്റിലെ ഏതൊരു ഉദ്യോഗസ്ഥനാവാനും ആണിനും പെണ്ണിനും ഒരേപോലെ അപ്ലൈ ചെയ്യാം. പിന്നെ ആർട്ടിക്കിൾ 15 എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്, സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിസ്ക്രിമിനേറ്റ് അഗെയിൻസ്റ്റ് ദ വുമൺ. സ്ത്രീകൾക്കെതിരെയുള്ള ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കുക, അതിനെതിരെയാണ് ആർട്ടിക്കിൾ 15. ആൻഡ് ആർട്ടിക്കിൾ 39 ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, അതായത് ഒരുപോലെയുള്ള ജോലിക്ക് ഒരുപോലെയുള്ള പേയ്മെൻറ്റ്, പുരുഷന് കൂടുതലും സ്ത്രീക്ക് കുറവും എന്നുള്ള ഒരു കാര്യമില്ല. അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച്, അവരുടെ ജോലിയുടെ രീതിക്കനുസരിച്ച് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഈക്വൽ പേയ്മെൻറ്റ് നൽകണം. അതുപോലെ സ്ത്രീകൾക്ക് വർക്ക് പ്ലേസിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പ്രൊട്ടക്ഷനും ബേസിക് എമ്യൂണിറ്റീസും, അതായത് ബാത്റൂം കാര്യം, ബേസിക്കായ എല്ലാ കാര്യങ്ങളും, ഫുഡ്, റെസ്റ്റ്, പ്രോപ്പർ എല്ലാ കാര്യങ്ങളും സ്ത്രീകൾക്ക് നൽകണം എന്നാണ് ആർട്ടിക്കിൾ 39 സ്റ്റേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ജെൻഡർ ഡിസ്പാരിറ്റീസ് ആൻഡ് റീസൺ ഫോർ ഇറ്റ്. നമ്മൾ എന്തൊക്കെ ഈ നമ്മുടെ ലോ സ്റ്റേറ്റും ഇത് ആണിൻ്റെ പെണ്ണിൻ്റെയുള്ള ഈ ഡിസ്ക്രിമിനേഷൻ വേർതിരിവ് ഒഴിവാക്കാൻ എന്തൊക്കെ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും സ്റ്റിൽ നമ്മുടെ ഈ രാജ്യത്ത് എന്താണ് ഒരു ഡിസ്ക്രിമിനേഷൻ പാസ് ചെയ്ത് പോകുന്നുണ്ട് ജനറേഷൻ ടു ജനറേഷൻ. കമ്പാരിറ്റീവ്ലി നമ്മുടെ ഓൾഡ് ജനറേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ് ഇൻ പ്രസൻറ്റ് ടൈം. പക്ഷേ നമുക്ക് മുഴുവനായിട്ട് ഈ ഡിസ്പാരിറ്റീസ് ഒഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ജെൻഡർ ഇനീക്വാളിറ്റി. ജെൻഡർ ഇനീക്വാളിറ്റി ഇസ് ദ ഐഡിയ ദാറ്റ് വുമൺ ആൻഡ് മെൻ ആർ നോട്ട് ഈക്വൽ. സ്ത്രീയും പുരുഷനും ഒരേപോലെ അല്ല എന്നാണ് ജെൻഡർ ഇനീക്വാളിറ്റി പറയുന്നത്. ജെൻഡർ ഇനീക്വാളിറ്റി എന്നാണ് പറഞ്ഞാൽ നമ്മുടെ ബയോളജിക്കൽ ഡിഫറൻസ് ഉണ്ട്. ആണും പെണ്ണും ബയോളജിക്കലി ഒരുപോലെ അല്ല. അപ്പോൾ അതിന് ബേസ്ഡ് ആയിട്ട് നമ്മൾ ആണുങ്ങൾക്ക് ഒരു സുപ്പീരിയർ, ഒരു ഡോമിനൻസ് നൽകുകയും സ്ത്രീകൾക്ക് കമ്പയർ ടു മെൻ ഒരു താഴ്ന്ന സ്ഥാനം നൽകുകയും ചെയ്യുന്നതിനെയാണ് ജെൻഡർ ഇനീക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റേറ്റ് എത്രയൊക്കെ പുരോഗമിച്ചു എന്ന് പറഞ്ഞാൽ, ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ, ഇപ്പോഴും സ്ത്രീകൾ പുരുഷന്മാർക്ക് താഴെ ആയിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. മോസ്റ്റ് കൺട്രീസ് നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്ത്രീകൾ എപ്പോഴും ഒരു മാർജിനലൈസ്ഡ് ഗ്രൂപ്പ് തന്നെയാണ്. ഫ്രം ടൈം ഇമ്മമോറിയൽ വുമൺ ആർ കൺസിഡർ സോഫ്റ്റ്, വീക്ക് ആൻഡ് സൊസൈറ്റീസ് വ്യൂ ദാറ്റ് വുമൺ ആർ നോട്ട് ഈക്വൽ ടു മെൻ ഹാസ് ബീൻ സ്റ്റെബിലൈസ്ഡ്. അപ്പോൾ ഈ ഒരു തോട്ട് നമ്മുടെ ഈ പോപ്പുലർ കൾച്ചർ എന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ജെൻഡർ ഇനീക്വാളിറ്റി ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. നമ്മുടെ മാസ് മീഡിയ, ടെലിവിഷൻ, റേഡിയോ, ജേർണൽസ്, ഇതിനൊക്കെ വളരെയധികം ഒരു പങ്കുണ്ട്. സ്ത്രീകൾക്ക് ഡോമിനൻസ് ഇല്ലാതെ പുരുഷന്മാർക്കാണ് ഒരു ഡോമിനൻസും പവറും ഉള്ളത്. ഇനി നമുക്ക് എന്തൊക്കെ റീസൺ ഫോർ ജെൻഡർ ഇനീക്വാളിറ്റി, എന്തൊക്കെയാണ് ഈ ജെൻഡർ ഇനീക്വാളിറ്റിയുടെ റീസൺസ് എന്ന് നോക്കാം. ജെൻഡർ സ്റ്റീരിയോടൈപ്സ് ആൻഡ് ജെൻഡർ റോൾസ് ഇൻ എ സൊസൈറ്റി. സൊസൈറ്റിയിലുള്ള ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ് ഫസ്റ്റ് റീസൺ. ആൻഡ് ദ സെക്കൻഡ് വൺ പാട്രിലിനിയൽ സിസ്റ്റം.
നമ്മുടെ ഒരു പാട്രിയാർക്കൽ സിസ്റ്റം നമ്മുടെ പണ്ട് മുതലേ നമ്മുടെ രാജ്യത്ത് എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. പുരുഷ മേധാവിത്വം, സ്ത്രീകൾക്ക് ഒരു അധികാരം കുറവ്, പുരുഷനാണ് ഡോമിനൻസ് എന്ന് പറയുന്ന ഈ പാട്രിലിനിയൽ സിസ്റ്റം ആണ് സെക്കൻഡ് റീസൺ. ആൻഡ് ദ തേർഡ് ഈസ് പോവർട്ടി. It has been found out that 70% of women are below the poverty line. അപ്പോൾ 70%, ഒരു രാജ്യം എടുത്ത് നോക്കിയാലും 70% സ്ത്രീകൾ നമ്മുടെ പോവർട്ടി ലൈനിൻ്റെ താഴെയാണ്. അതായത് അവർക്ക് ബേസിക് നീഡ്സ് പോലും ലഭിക്കുന്നില്ല. അവർ അത്രയും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. അവർക്ക് ഏണിങ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസോ ജോബ് ഓപ്പർച്യൂണിറ്റീസോ ഒരു ബേസിക് എഡ്യൂക്കേഷൻ പോലും പല സ്ത്രീകൾക്കും പല രാജ്യത്തും കിട്ടുന്നില്ല. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഇലിറ്ററസി. വിദ്യാഭ്യാസം നേടാനുള്ള ചാൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ജോലി നേടാനോ അവരുടെ കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനോ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനോ സാധിക്കുന്നില്ല. ഇലിറ്ററസി, വിദ്യാഭ്യാസം പോലും പല ഭാഗത്തും സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല. ആൻഡ് ഫോർത്ത് വൺ, ലാക്ക് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ജോലിക്കുള്ള അവസരങ്ങൾ സ്ത്രീകൾക്ക് കുറവാണ് കമ്പയർ ടു മെന്നിനാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കാണാറുള്ളത് പല മേഖലകളിലും. കമ്പയറിംഗ് ടു മെൻ, വിമൻസ് എപ്പോഴും അവർക്കൊരു പൊസിഷന് കുറവാണ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. ആൻഡ് ഫിഫ്ത്ത് വൺ, സോഷ്യൽ കസ്റ്റംസ് ആൻഡ് ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ്. നമ്മുടെ സൊസൈറ്റിയിൽ നിന്നുള്ള കസ്റ്റംസ്, ബിലീഫ്സ്, പ്രാക്ടീസസ് ഇതൊക്കെ ഒരു ജെൻഡർ ഇനീക്വാളിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സ്ത്രീകൾക്ക് മുൻഗണന നൽകാതെ സ്ത്രീകളെ പിന്നോട്ട് വലിക്കുന്നതിൽ നമ്മുടെ സോഷ്യൽ കസ്റ്റംസിനും ബിലീഫ്സിനും പ്രാക്ടീസസിനും പങ്കുണ്ട്. ആൻഡ് പാരൻസ് മെയിൽ പ്രിഫറൻസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ്. നമ്മൾ പണ്ട് മുതൽ ഇന്ന് വരെ നോക്കുകയാണെങ്കിൽ ഒരു മാറി പോവാത്ത ഒരു മൈൻഡ് സെറ്റാണ് ഇപ്പോഴും ഉള്ളത്. കാരണം കുട്ടികൾ ഇപ്പോൾ ആൺകുട്ടികൾ ഉണ്ടാവുക എന്നുള്ളപ്പോൾ ആ ഒരു പാരൻസിന് വളരെയധികം സന്തോഷമാണ്. പിന്നെ പെൺകുട്ടിയാണെങ്കിൽ അതൊരു എക്കണോമിക്കലി ഒരു ബേർഡനായിട്ടാണ് സ്ത്രീകളെ കാണുന്നത്. കാരണം ഡൗറി, നമ്മൾ സ്ത്രീധനം കൊടുക്കണം പെൺകുട്ടികളെ കെട്ടിച്ചു വിടുന്നതിൽ. പിന്നെ എന്താണ്, അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തിട്ട് കാര്യമില്ല, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുത്തിട്ട് കാര്യമില്ല. കാരണം അവരെ കല്യാണം കഴിച്ചു വിട്ടാൽ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർക്കാണല്ലോ അതുകൊണ്ട് കാര്യം എന്നൊക്കെ ചിന്തിച്ചിട്ട് സ്ത്രീകളെ പലപ്പോഴും അവരുടെ പാരൻസ് എഡ്യൂക്കേഷൻ പോലും നൽകാതെ ആൺകുട്ടികളാണ് തങ്ങളെ നോക്കുക എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് നമ്മുടെ ഇന്ത്യൻ പാരൻസിൻ്റെ ഇടയിലുള്ളത്. അത് ഒരു ജെൻഡർ ഇനീക്വാളിറ്റി സൃഷ്ടിക്കുന്നുണ്ട്. ആൻഡ് ഡൗറി സിസ്റ്റം, ഈ സ്ത്രീധന നിയമം ഒരു ജെൻഡർ ഇനീക്വാളിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന മറ്റൊരു ഘടകമാണ്. ഇതൊക്കെ എടുത്തു പോവേണ്ടിയിരിക്കുന്നു. ആൻഡ് ദ സോഷ്യൽ ആറ്റിറ്റ്യൂഡ് എമംഗ് ദ മാസസ്. എത്രത്തോളം എഡ്യൂക്കേറ്റഡ് ആയി ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ ഇപ്പോഴും സ്റ്റിൽ നിലനിൽക്കുന്ന ഒരു സെക്കൻഡ് റാങ്കാണ് സ്ത്രീകൾക്കുള്ളത് കമ്പയറിംഗ് ടു മെന്നിനാണ് എപ്പോഴും എത്ര എഡ്യൂക്കേറ്റഡ് ആയി എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ജനങ്ങളുടെ മനസ്സിൽ എപ്പോഴും സ്ത്രീകൾക്കൊരു സെക്കൻഡ് റാങ്ക് തന്നെയാണ്. ലാക്ക് ഓഫ് അവയർനെസ് എമംഗ് വുമൺ. മോസ്റ്റ് ഓഫ് വുമൺ ആർ നോട്ട് അവെയർ ഓഫ് ദെയർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് കാപ്പബിലിറ്റീസ് ഓഫ് ഇവൻ ടുഡേ. അപ്പോൾ സ്ത്രീകൾക്ക് ഇപ്പോഴും അവരുടെ ബേസിക്കായ റൈറ്റ്സ്, അവകാശങ്ങളെക്കുറിച്ചും അവരുടെ കാപ്പബിലിറ്റീസിനെ കുറിച്ചും ഒരു അറിവില്ല. അതും ജെൻഡർ ഇനീക്വാളിറ്റി സൃഷ്ടിക്കുന്നതിൻ്റെ മറ്റൊരു ഘടകമാണ്. അവർക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ട് എന്നൊരു അറിവില്ലായ്മ, അത് ജെൻഡർ ഇനീക്വാളിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ജനറലി ഇൻ ഓൾ ഓവർ ദ വേൾഡ് ദ മദർഹുഡ് ഫീലിംഗ് ഓഫ് വുമൺ മേക്സ് ദം swallow the bitter feelings of their neglect and insult for the sake of their children. This is the root cause of gender discrimination. അപ്പോൾ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ്റെ ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത് തങ്ങളുടെ മക്കൾക്ക് വേണ്ടി എന്തും സാക്രിഫൈസ് ചെയ്യുക, എന്തും കഷ്ടതകളും സഹിക്കാനുള്ളൊരു മെൻറ്റാലിറ്റിയാണ് അമ്മമാർക്ക്. ഇതാണ് ജെൻഡർ ഇനീക്വാളിറ്റി സൃഷ്ടിക്കുന്നതിൻ്റെ ഒരു മെയിൻ ഘടകം എന്നാണ് പറയുന്നത്. അടുത്ത ടോപ്പിക്ക് റെമഡിയൽ മെഷേഴ്സ് ഫോർ ജെൻഡർ ഇനീക്വാളിറ്റി. ജെൻഡർ ഇനീക്വാളിറ്റി ഇല്ലാണ്ടാക്കാനുള്ള റെമഡിയൽ മെഷേഴ്സ്. ഫസ്റ്റ് പോയിന്റ്, സ്പ്രെഡിങ് അവയർനെസ് ഓഫ് ദ പോളിസീസ് ഓഫ് ദ ഗവൺമെൻറ് എമംഗ് ദ പബ്ലിക്. ഗവൺമെൻറ് കുറേ പോളിസീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് സ്ത്രീകൾക്കും പുരുഷനും തുല്യ അവകാശങ്ങൾ നൽകുന്ന കുറേ പോളിസീസ്, അത് പലർക്കും അറിയില്ല. അപ്പോൾ ജനങ്ങൾക്കിടയിൽ അതിനെക്കുറിച്ചൊരു അവയർനെസ് സൃഷ്ടിക്കുക എന്നതാണ് ഫസ്റ്റ്. പിന്നെ സെക്കൻഡ്, മേക്കിംഗ് എഫേർട്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റിലീജിയസ് ലീഡേഴ്സ് ആൻഡ് സോഷ്യൽ ആക്ടിവിറ്റീസ് ടു എലിമിനേറ്റ് ഷോർട്ട് സൈറ്റഡ് സോഷ്യൽ പെർസെപ്ഷൻ റിഗാർഡിംഗ് മെൻ ആൻഡ് വിമൺ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, റിലീജിയന് ഈ ജെൻഡർ ഇനീക്വാളിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിന് വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു ഘടകമാണ് റിലീജിയന്. അപ്പോൾ ഈ റിലീജിയൻ ലീഡേഴ്സും സോഷ്യൽ ആക്ടിവിറ്റിസ്റ്റും അവരുടെ റിലീജിയനിലുള്ള ഈ
ആൺ പെൺ വ്യത്യാസങ്ങൾ ഒഴിവാക്കുന്നതിൽ നമുക്ക് അവരൊരു എഫേർട്ട് എടുത്താൽ അത് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. ദ ഗവൺമെൻറ് ഇനീഷ്യേറ്റ് സ്പീഡി ആക്ഷൻ ടു ഇംപ്രൂവ് ദ ലെവൽ ഓഫ് ലിറ്ററസി എമംഗ് വുമൺ. അപ്പോൾ ഗവൺമെൻറ്റിന് സ്ത്രീകൾക്ക് പല ഭാഗത്തും വിദ്യാഭ്യാസം ഇപ്പോഴും ബേസിക് വിദ്യാഭ്യാസം കിട്ടാതെ ഇരിക്കുന്ന ഒരവസ്ഥ ഉണ്ട്. അത് ഒഴിവാക്കാൻ ഗവൺമെൻറ് ഒരു ആക്ഷൻ എടുക്കണം. ആൻഡ് ദ ഫോർത്ത് വൺ, imposing maximum punishment pertaining to the crimes such as dowry harassment, female infanticide and പല ഭാഗത്തും പെൺകുട്ടികൾ ഉണ്ടാകുന്നത് അവർ ജനശേഷം മാതാപിതാക്കൾ തന്നെ പെൺകുട്ടികളായതിനാൽ അവരെ കൊല്ലുന്നൊരു സാഹചര്യം ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ എതിരെ നമ്മുടെ ഗവൺമെൻറ് ശക്തമായ പണിഷ്മെൻറ്റ് കൊണ്ടുവരണം എന്നാണ് ഫോർത്ത് പറയുന്നത്. ആൻഡ് ഫിഫ്ത്ത് വൺ, സ്ട്രിക്ട്ലി എൻഫോഴ്സിങ് ദ ലോ പെർട്ടേണിംഗ് ടു ഈക്വൽ റൈറ്റ്സ് ടു വുമൺ ഇൻ ഫാമിലി പ്രോപ്പർട്ടീസ്. പുരുഷന്മാർക്കാണ് പാരമ്പര്യ സ്വത്തിൽ അവകാശം ഉണ്ടായിരുന്നത്, സ്ത്രീകൾക്കില്ല. ഈ റൂള് മാറ്റുക. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഈസ് പ്രൊവൈഡ് സേഫ്റ്റി ആൻഡ് ബേസിക് അമ്യൂണിറ്റീസ് ഫോർ വുമൺ ഇൻ പബ്ലിക് പ്ലേസസ്. പബ്ലിക് പ്ലേസസിൽ സ്ത്രീകൾക്ക് ആവശ്യമായ സേഫ്റ്റിയും സുരക്ഷിതത്വവും അവർക്ക് വേണ്ട ആവശ്യമായ കാര്യങ്ങളും ഒരുക്കുക. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്ക് ജെൻഡർ ജസ്റ്റ് എഡ്യൂക്കേഷൻ ഔട്ട്സൈഡ് ദ സ്കൂൾ സെറ്റിങ്സ് ആണ്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ മാത്രമല്ല, ഈ ജെൻഡർ ഇക്വാളിറ്റി സ്കൂളിൽ മാത്രം ഉണ്ടായാൽ പോരാ, പുറത്തുനിന്നും ഇതിനുള്ള ഈ സ്കൂളിൻ്റെ പുറത്തുള്ള സമൂഹത്തിൽ നിന്ന് തന്നെ സ്ത്രീകൾക്കും പുരുഷനും ജെൻഡർ ഇക്വാളിറ്റി കിട്ടണം എന്നാണ് പറയുന്നത്. ടു അച്ചീവ് ജെൻഡർ ഇക്വാളിറ്റി ആൻഡ് ലാർജ് സ്കെയിൽ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ഇറ്റ് ഈസ് നെസസറി ടു ബ്രിങ് ഇൻ ചേഞ്ച് ഇൻ ദ ആറ്റിറ്റ്യൂഡ്, ബിലീഫ് ആൻഡ് ട്രഡീഷണൽ വേ ഓഫ് ലൈഫ് ഓഫ് പീപ്പിൾ. അതായത് നമുക്ക് സ്കൂളിൻ്റെ ഉള്ളിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കുട്ടികൾക്ക് ജെൻഡർ ഇക്വാളിറ്റി എഡ്യൂക്കേഷനൊക്കെ നൽകിക്കൊണ്ട് നമുക്ക് ഈ അവസ്ഥ ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ലോകത്തുള്ള ആളുകൾ, സമൂഹത്തിൽ ജീവിക്കുന്നവരുടെ ആറ്റിറ്റ്യൂഡും ബിലീഫും അവർ ഫോളോ ചെയ്യുന്ന ട്രഡീഷനൊക്കെ മാറ്റിയാൽ മാത്രമേ നമുക്ക് ജെൻഡർ ഇക്വാളിറ്റി എന്ന കാര്യം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ഫോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റം കുഡ് പ്ലേ എൻ പോസിറ്റീവ് റോൾ ഇൻ ദിസ് ആസ്പെക്റ്റ്. അപ്പോൾ നമ്മുടെ ജനറലായിട്ട് പറയുന്നത് നമ്മുടെ ഫോർമൽ എഡ്യൂക്കേഷണൽ സിസ്റ്റം സ്കൂളും ഒരു പോസിറ്റീവ് റോൾ തന്നെ വഹിക്കുന്നുണ്ട് ജെൻഡർ ഇക്വാളിറ്റി സ്പ്രെഡ് ചെയ്യുന്നതിൽ. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല. പ്ലേ ഗ്രൗണ്ട്, ലൈബ്രറി, ലബോറട്ടറി ആൻഡ് ഇൻവോൾവ് ഇൻ സോഷ്യൽ വർക്ക് ഹെൽപ്പ് മെനി ടു അണ്ടർസ്റ്റാൻഡ് ദ സോഷ്യൽ എൻവിറോൺമെൻറ്റ് ഓഫ് പീപ്പിൾ സച്ച് ആസ് ഹെൽത്ത് പ്രോബ്ലംസ്, എക്കണോമിക് സ്റ്റാറ്റസ് എക്സെട്ര. അപ്പോൾ ഈ സ്കൂളിൽ പുറത്തുള്ള ലൈബ്രറി, ഫീൽഡ് വർക്ക് ട്രിപ്പൊക്കെ പോകുന്നത്, പ്ലേ ഗ്രൗണ്ട്, സോഷ്യൽ വർക്ക് ചെയ്യുന്നത്, ഇതൊക്കെ കുട്ടികൾക്ക് കൂടുതൽ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന എക്കണോമിക് സ്റ്റാറ്റസും പ്രോബ്ലംസും എൻവിറോൺമെൻറ്റൽ പ്രോബ്ലംസും ഒക്കെ മനസ്സിലാക്കാൻ കൂടുതൽ സാധിക്കും. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് എക്സ്ചേഞ്ചിങ് വ്യൂസ് ബൈ ദി സ്റ്റുഡൻസ് അബൌട്ട് ജനറൽ ക്രോളജി ആസ് എ ഗ്രൂപ്പ് വെൻ എവർ ദേ ലൈക്ക് ഓപ്പൺലി ഡിസ്കസിങ് ദ ഡേ ടു ഡേ അഫെയർസ്. അപ്പോൾ എന്താണ് പറയുന്നത്, നമ്മൾ കുട്ടികൾക്ക് ഒരു ചാൻസ് കിട്ടിയാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യണം. പുറത്ത് ഇനി സമൂഹത്തിൽ ഇറങ്ങിയാലും അവർ നമ്മുടെ ഡേ ടു ഡേ പ്രോബ്ലംസിനെ കുറിച്ചും കറൻറ്റ് അഫെയർസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യണം. പിന്നെ എന്താണ്, പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ വേരിയസ് കോമ്പറ്റീഷൻ കണ്ടക്ട് ബൈ ദ ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. സ്കൂളിന് പുറത്ത് ഓർഗനൈസേഷൻ നടക്കുന്ന കോമ്പറ്റീഷൻസ് ഉണ്ടാവും, അതിൽ പങ്കെടുക്കുക. ഇതൊക്കെ നമ്മുടെ ജെൻഡർ ഇക്വാളിറ്റി ഔട്ട്സൈഡ് ദ സ്കൂൾ സെറ്റിങ്ങിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ആൻഡ് നെക്സ്റ്റ്, ഫോർ ദോസ് ഹു ആർ ഓൾ ഔട്ട്സൈഡ് ദ പെർവ്യൂ ഓഫ് സ്കൂളിംഗ്, പെർട്ടിക്കുലർലി ഫോർ ദോസ് ഹു ആർ ലിവ് ഇൻ വില്ലേജ്, ട്രൈബൽ വുമൺ, പുവർ വുമൺ ഇൻ റൂറൽ ഏരിയ, ഫങ്ഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഇൻ ഹാൻഡിക്രാഫ്റ്റ്സ് കുഡ് ബി ഗിവൺ. അതായത് ഈ റൂറൽ ഏരിയാസിലും വില്ലേജസിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് ഫോർമൽ എഡ്യൂക്കേഷൻ നൽകുന്നത് പോലെ ഒരു ഫങ്ഷണൽ എഡ്യൂക്കേഷനും പിന്നെ ഹാൻഡിക്രാഫ്റ്റ് ട്രെയിനിങ്, അവർക്കൊരു സമ്പാദ്യം ഉണ്ടാക്കുക എന്ന രീതിയിലുള്ള ട്രെയിനിങ്ങും കൂടി നൽകുക. ഇൻ ബ്രീഫ്, ടു ഡെവലപ്പ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എമംഗ് സ്റ്റുഡൻസ് ടുവേർഡ് the gender equality and changing gender roles, formal environment outside the school settings, non-formal classes, informal education programs by media etc. could be made use of. അപ്പോൾ നമുക്ക് ഔട്ട്സൈഡ് ദ സ്കൂളിൽ നമുക്ക് ജെൻഡർ ഇക്വാളിറ്റി എന്ന ആശയം എല്ലാ തരത്തിലും ഫലപ്രാപ്തമാക്കുവാൻ വേണ്ടി നമുക്ക് സ്കൂളിൻ്റെ പുറത്തും ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഫോർമൽ എഡ്യൂക്കേഷൻ സെറ്റിങ്സിന് പുറമെ നമ്മൾ സ്കൂളിൻ്റെ ഔട്ട്സൈഡിലും കുട്ടികൾക്ക് കോമ്പറ്റീഷൻസും നോൺ ഫോർമൽ ക്ലാസ്സസും ഇൻഫോർമൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് മീഡിയ കണ്ടക്ട് ചെയ്യണം. എന്നാൽ നമുക്ക് സ്കൂളിൻ്റെ പുറത്തും ഒരു ജെൻഡർ ഇക്വാളിറ്റി എന്ന കാര്യം നമുക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോർ മോർ വീഡിയോസ്. താങ്ക് യു ഫോർ വാച്ചിങ്.